പ്രകാശത്തെ വരവേൽക്കുന്ന ആഘോഷമാണ് ദീപാവലി. ഇന്ത്യയിലുടനീളം നാനാജാതി മതസ്ഥർ വിളക്ക് തെളിയിച്ചും മധുരം കൈമാറിയും ദീപാവലി ആഘോഷിക്കുന്നു. തുലാമാസത്തിലെ അമാവാസി ദിനമാണ് ദീപാവലിയായി കണക്കാക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ഒരേ ഒരു ദിവസത്തെ ആഘോഷമാണെങ്കിൽ ഉത്തരേന്ത്യക്കാർക്ക് ഇത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. ദീപാവലി ആഘോഷങ്ങളും ഐതിഹ്യങ്ങളും പ്രാദേശികമായി വൈവിധ്യം നിറഞ്ഞതാണ്. രാവണ നിഗ്രഹത്തിന് ശേഷം അയോധ്യയിലേക്ക് തിരികെ എത്തിയ ശ്രീരാമന്റെ വരവേണ്ട ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലായി ദീപാവലി ആഘോഷിക്കപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യപ്രകാരം നരകാസുരനെ മഹാവിഷ്ണു നിഗ്രഹിച്ച് ദിവസത്തിന്റെ ഓർമ്മയിട്ടാണ് ദീപാവലി ആഘോഷിക്കപ്പെടുന്നത്. നരകാസുരൻ നിഗ്രഹം നടക്കുമ്പോഴും തന്റെ ദുഃഖം ലോകത്തിന്റെ സുഖമായി തീരട്ടെ എന്ന് നരകാസുരൻ പ്രാർത്ഥിച്ചുവെന്നും കഥയുണ്ട്. നാം സ്വയം ദുഃഖിക്കുമ്പോഴും മറ്റുള്ളവർ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്ന സ്വചിന്തയുടെ പ്രതീകമായി ദീപങ്ങളെ കണക്കാക്കാം. ഐതിഹ്യങ്ങളിലും വിശ്വാസങ്ങളിലുമെല്ലാം വ്യത്യസ്തത നിലനിൽക്കുമ്പോഴും ഇന്ത്യയിലത് ദീപങ്ങളുടെ ആവലി എന്ന അർത്ഥമുള്ള ദീപാവലിയാണ്. ദീപാവലി പുതിയ തുടക്കങ്ങളുടെ പ്രതീകമാണ്. ഈ ദിവസം വീടുകൾ വൃത്തിയാക്കുകയും ദീപങ്ങൾ തെളിയിക്കുകയും ചെയ്യുന്നത് പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിനെ സ്വാഗതം ചെയ്യുന്നതിന്റെ പ്രതീകമാണ്. എന്നാൽ ഉത്സവങ്ങളുടെ ആവേശത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആഘോഷങ്ങൾ ഒരിക്കലും പരിസ്ഥിതിക്കും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനും ആഘാതം സൃഷ്ടിക്കാത്ത തരത്തിലാകണം. നമ്മുടെയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും സുരക്ഷയെക്കുറിച്ച് നാം എപ്പോഴും കരുതലുള്ളവരായിരിക്കണം. പ്രിയ കൂട്ടുകാരെ, ഈ ദീപാവലി ദിനത്തിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അന്ധകാരങ്ങളെയും അകറ്റി മനസ്സുകൾ ശുദ്ധീകരിച്ച് ഐശ്വര്യത്തിന്റെയും നന്മയുടെയും ദീപങ്ങൾ നമുക്ക് ചുറ്റും തെളിയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ്.